പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2024 സെപ്റ്റംബർ മാസം 29 നമ്മുടെ പ്രാർത്ഥനയുടെയും ഉപവാസത്തിൻ്റെയും ആരംഭ ദിവസം നമുക്ക് ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യാം. കൈകളൊക്കെ ഒന്ന് ഉയർത്തിപ്പിടിച്ചിട്ട് കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞേ. സ്തോത്രം 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 സ്തോത്രം. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചില്ല. ഓർത്ത് നോക്കി, എത്ര ശ്രേഷ്ഠമായിട്ട്, എത്ര അതിശയമായി കഴിഞ്ഞ പകൽക്കാലം നടത്തി. അതിന് കർത്താവിന് സ്തോത്രം പറഞ്ഞ് ആരോഗ്യത്തോടെ സൂക്ഷിച്ചതിന് സ്തോത്രം, അനർത്ഥങ്ങളിൽ നിന്ന് വിടുവിച്ചതിന് സ്തോത്രം, അപകടങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുവിച്ചതിന് സ്തോത്രം, അങ്ങയുടെ ചിറകിൻ്റെ മറവിൽ ഞങ്ങളെ മറച്ചു പിടിച്ചതിന് സ്തോത്രം. തന്ന എല്ലാ നന്മകൾക്കും ഞങ്ങൾ കർത്താവിന് നന്ദി പറയുന്നു. ഞങ്ങളെ നടത്തിയ വിധങ്ങൾക്കായിട്ട് സ്തോത്രം 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 സ്തോത്രം. കർത്താവെ, രാത്രികാലം നല്ല ഉറക്കം തന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചതോർത്ത് സ്തോത്രം 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 സ്തോത്രം. അപ്പ നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഈ പ്രഭാതത്തിൽ നമ്മളെ ഉണർത്തിയതിനായിട്ട് കർത്താവിന് സ്തോത്രം 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 സ്തോത്രം. കർത്താവെ, ഈ പകൽക്കാലം കർത്താവ് ഞങ്ങളെ ജയത്തോടെ നടത്തുന്നതിന് കർത്താവിന് സ്തോത്രം, കർത്താവിന് സ്തോത്രം, കർത്താവിന് സ്തോത്രം. അങ്ങ് നല്ലവൻ, അങ്ങ് വല്ലഭൻ, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകിയാൽ സ്തോത്രം. അങ്ങ് വിശ്വസ്തനാകിയാൽ സ്തോത്രം, അങ്ങ് മാറാത്ത ദൈവമാകിയാൽ സ്തോത്രം. ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവേ, ഞങ്ങളോടുള്ള അങ്ങയുടെ ദയ വലുതാകിയാൽ സ്തോത്രം, ഞങ്ങളോടുള്ള അങ്ങയുടെ ദയ വിശ്വസ്തത വലുതാകിയാൽ സ്തോത്രം ചെയ്യുന്നു. കർത്താവിന് സ്തോത്രം, കർത്താവിന് സ്തോത്രം. ഓരോ ദിവസവും ഞങ്ങളെ അത്ഭുതമായി നടത്തുന്ന കർത്താവിൻ്റെ വിശ്വസ്തതയ്ക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. ഈ അൺകോമൺ ഫേവറിൻ്റെ ദിവസങ്ങൾ, ആമേൻ കർത്താവേ, ഈ സെപ്റ്റംബർ മാസം ഞങ്ങൾ ഒരുമിച്ച് വിശ്വസിച്ചു അത് ദൈവിക പ്രീതിയുടെ മാസമാണ്. ഈ അവസാന ദിവസങ്ങൾ, ഇന്ന് 29, നാളെ 30, ചില അൺകോമൺ ഫേവറുകൾ തൻ്റെ മക്കളുടെയൊക്കെ ജീവിതത്തിൽ വെളിപ്പെടുന്ന ദിവസങ്ങളാകിയാൽ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം 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 സ്തോത്രം. കർത്താവെ, സ്തോത്രം കർത്താവെ, സ്തോത്രം കർത്താവെ, സ്തോത്രം കർത്താവെ. സങ്കീർത്തനക്കാരൻ പറയുന്നു, സങ്കീർത്തനം 47 ദൈവത്തിന് സ്തുതി പാടുവീൻ, സ്തുതി പാടുവീൻ, നമ്മുടെ രാജാവിന് സ്തുതി പാടുവീൻ, സ്തുതി പാടുവീൻ. ദൈവം സർവ്വഭൂമിക്കും രാജാവാകുന്നു, ഒരു ചാതുര്യ കീർത്തനം പാടുവീൻ. ആമേൻ, ആമേൻ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും ഒന്നുകൂടെ കരങ്ങളെ ഉയർത്തി ഈ സെപ്റ്റംബർ മാസം 29 ആമേൻ ദൈവത്തിന് ഒന്നുകൂടെ സ്തോത്രം പറഞ്ഞേ. കർത്താവിന് സ്തോത്രം 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 സ്തോത്രം. കർത്താവെ, നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് ഒരുമിച്ച് അങ്ങേ സ്തുതിക്കുവാൻ കർത്താവ് തന്ന ഈ നല്ല സമയത്തിനായിട്ട് സ്തോത്രം. അപ്പോൾ ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരെയും ഒരുമിച്ച് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് തരുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. അവരുടെ സകല ആവശ്യങ്ങളിലും കർത്താവിൻ്റെ സ്പെഷ്യൽ ഫേവർ ഉണ്ടാകട്ടെ, ഒരു അൺകോമൺ ഫേവർ ഇന്ന് ഈ പകൽക്കാലം യേശുവിൻ്റെ നാമത്തിൽ തൻ്റെ മക്കളുടെ ലൈഫിൽ ഉണ്ടാകട്ടെ. അപ്പോൾ രൂത്തിൻ്റെ ലൈഫിൽ ഉണ്ടായ ദൈവിക ഫേവർ പോലെ ഹല്ലേലൂയ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം തൻ്റെ മക്കളുടെ ജീവിതത്തിൽ ഒരു അൺകോമൺ ഫേവർ ഉണ്ടാകുന്നതിനായിട്ട് സ്തോത്രം. രോഗികളിപ്പോൾ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. പ്രത്യേകിച്ച് കാൽമുട്ടുകൾക്ക് വേദനയാൽ ഭാരപ്പെട്ടിരിക്കുന്നവർ ഇപ്പോൾ 2 കാലുകളിലും ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ. ആ തേയ്മാനങ്ങൾ മാറട്ടെ, ആ ജോയിൻ്റിനകത്തുള്ള ശബ്ദങ്ങൾ മാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഫ്ലെക്സിബിലിറ്റി മടങ്ങി വരട്ടെ. ആ മസ്കിൾ പെയിൻ മാറട്ടെ. യേശുവിൻ നാമത്തിൽ സ്റ്റെപ്പ് കയറുന്നതിനുള്ള ബുദ്ധിമുട്ടുകൾ മാറട്ടെ. അത്ഭുതകരമായ സൗഖ്യമായ 2 മുട്ടുകളിലേക്കും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ വെളിപ്പെട്ടിരിക്കുന്നതിനായിട്ട് സ്തോത്രം. മാനസിക അസ്വസ്ഥതയാൽ കഴിയുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവിക സമാധാനം തൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ യേശുവിൻ നാമത്തിൽ ഉണ്ടാകട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണം ഉണ്ടാകട്ടെ. എല്ലാ ഡിപ്രഷനുകളും മാറട്ടെ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ സമാധാനം ഉണ്ടാകട്ടെ. അതുപോലെ ജോലിയില്ലാത്തവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് വഴി തുറന്ന് കൊടുക്കുന്ന കൃപകൾക്ക് സ്തോത്രം. അതുപോലെ കർത്താവെ, ഈ പ്രാർത്ഥനയുടെ ഉപവാസത്തിൻ്റെ ആരംഭ ദിവസം ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസം ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ. കഴിഞ്ഞ മാസങ്ങളിൽ ഞങ്ങൾ നടത്തിയതിനായിട്ട് സ്തോത്രം പറഞ്ഞ് പുതിയ മാസത്തിലേക്ക് പ്രവേശിക്കുവാനായി ഞങ്ങൾ ഒരുങ്ങുമ്പോൾ കർത്താവിൻ്റെ വലിയ ഫേവർ എല്ലാവരോടും കൂടെ ഇരിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്തു. അതുപോലെ ലോകത്തെമ്പാടും നടക്കുന്ന സഭായോഗത്തെ അനുഗ്രഹിക്കണം. ഈ ഞായറാഴ്ച ദിവസം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു സൺഡേ ആയി മാറട്ടെ. ലോകവ്യാപകമായി ഒരു ഉണർവിൻ്റെ ദിവസമായി മാറട്ടെ. ആത്മപകർച്ചയുടെ ദിവസമായി മാറട്ടെ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം.
യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ കൃപ കൂടെ ഇരിക്കട്ടെ. നമ്മുടെ ഈ ഉപവാസ പ്രാർത്ഥനയുടെ ആരംഭ ദിവസമാണ്. ഇന്നും നാളെയും 1-ാം തീയതി നമ്മൾ പ്രാർത്ഥിച്ച പുതിയ മാസത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അതിനുവേണ്ടി ഈ ഒരുക്ക ദിവസങ്ങളാണിത്. നിങ്ങളെല്ലാവരും അതിനുവേണ്ടി പ്രത്യേകം ഒരുങ്ങണം. വൈകിട്ട് ഇന്ത്യൻ സമയം 9:30 നമ്മുടെ മീറ്റിംഗ് ആരംഭിക്കും. പ്രാർത്ഥനയോടുകൂടെ അതിലെല്ലാവരും പങ്കാളികളാകുക. ഇന്ന് പകൽക്കാലം ദൈവത്തിന് സ്തോത്രം പറയുക. ആമേൻ. പോയ ഈ 9-ാം മാസം നമ്മളെ അത്ഭുതമായി നടത്തിയതിന് കർത്താവിന് സ്തോത്രം പറയേണ്ട ദിവസമായിരുന്നു. അതുകൊണ്ട് സ്തോത്രം പറയുക, ഒരുങ്ങുക, പുതിയ മാസത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് ഏൽപ്പിച്ചിരിക്കുന്ന റോമാലേഖനം അതിൻ്റെ 15-ാം അധ്യായം 2-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. റോമാലേഖനം 15-ാം അധ്യായം 2-ാമത്തെ വാക്യം. അവിടെ ഇങ്ങനെ പറയും: നിങ്ങളിൽ ഓരോരുത്തരും കൂട്ടുകാരുടെ നന്മയ്ക്കായിട്ട് ആത്മീക വർധനയ്ക്ക് വേണ്ടി പ്രസാദിപ്പിക്കണം എന്നാണ് എഴുതിയിരിക്കുന്നത്. അതിൻ്റെ ആരംഭവാക്യം കൊണ്ടൊന്ന് വായിക്കാം. എന്നാൽ ശക്തരായ നാം അശക്തരുടെ ബലഹീനതകളെ ചുമക്കുകയും നമ്മിൽ തന്നെ പ്രസാദിക്കാതിരിക്കുകയും വേണം. അപ്പം ശക്തരായ നാം, ക്രിസ്തുവിൽ ആയിരിക്കുന്ന ഞാനും നിങ്ങളും ശക്തന്മാരാണ്. ക്രിസ്തുവിൽ നമ്മൾ മുന്നേറുമ്പോൾ നമ്മൾ കൂടുതൽ ആത്മീകമായി ശക്തി പ്രാപിച്ചാണ് മുന്നേറുന്നത്. അപ്പോൾ ക്രിസ്തുവിൽ ശക്തന്മാരായ നമ്മൾ അശക്തരായ, അതായത് നമ്മുടെ പിറകിൽ കർത്താവിൻ്റെലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ബലഹീനർ, അവർ ശക്തരായിട്ടില്ല, അവർ ബലഹീനരാണ്. അവരുടെ ബലഹീനതകളെ എന്ത് ചെയ്യണം? നമ്മൾ ചുമക്കുവാൻ, അല്ലെങ്കിൽ അവരെ സഹായിക്കുവാൻ, അവരെ ബലപ്പെടുത്തുവാൻ, അവർക്ക് ആശ്വാസം കൊടുക്കുവാൻ, അവരെ ക്രിസ്തുവിൽ വളർത്തിയെടുക്കുവാൻ നാം തയ്യാറാകണം എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ വലിയ ശക്തരാണ്, നമ്മൾ ആത്മീയമായി വലിയ മുന്നേറി കഴിഞ്ഞിരിക്കുന്നു എന്നൊരു തോന്നലിൽ നമ്മൾ മാറാതെ മറ്റുള്ളവരെ നമ്മൾ കൈക്കൊള്ളുകയും അവരുടെ ബലഹീനതകളിൽ അവർക്ക് വേണ്ടുന്ന തുണ നിൽക്കുകയും ചെയ്യുവാൻ നമ്മളെ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുകയാണ്. അതായത് നമ്മുടെ പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിക്കുമ്പോൾ നമ്മുടെ ബലഹീനതകൾക്ക് തുണ നിൽക്കും. അതുപോലെ തന്നെ നമ്മൾ മറ്റുള്ളവർക്കും ആശ്വാസമായി മാറണം. അവർക്കിപ്പം വിശ്വാസത്തിൽ വന്നതേ ഉള്ളൂ, അവർക്ക് ചിലപ്പം പല കാര്യങ്ങൾ അറിയത്തില്ല, ചിലപ്പം പല കാര്യങ്ങളിൽ അവർ ബലഹീന വിശ്വാസികളായിട്ടുണ്ടാകാം. അവരെ നമ്മൾ എന്ത് ചെയ്യണം? കൈത്താങ്ങ് കൊടുക്കുവാൻ തയ്യാറാകണം. അടുത്തത് പറയുന്നത്, നമ്മിൽ ഓരോരുത്തരും കൂട്ടുകാരന് നന്മയ്ക്കായിട്ട് വേണം കാര്യങ്ങൾ ചെയ്യാൻ. അതായത് നമ്മുടെ ലക്ഷ്യം മറ്റുള്ളവർക്ക് ശരിയായതും നല്ലതും ചെയ്യാൻ അവരെ പ്രാപ്തരാക്കുക എന്ന്. അതായത് അവരെ ആത്മീക പക്വതയിലേക്ക് കൊണ്ടുവരിക. ഇപ്പം നമ്മുടെ കൂടെയുള്ള ഒരു വ്യക്തിയെ ആത്മീക പക്വതയിലേക്ക് കൊണ്ടുവരിക എന്ന വലിയൊരു ദൗത്യം കർത്താവ് നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട്. അത് പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്നൊരു ദൗത്യമാണ്. പലപ്പോഴും നമ്മൾ അതിന് മുതിരാറില്ല. നമ്മളെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഓരോരുത്തർക്കും ആത്മീക പക്വത കൊടുക്കുക, അവരെ ആത്മീക പക്വതയിലേക്ക് നയിക്കുക എന്നുള്ളത് കർത്താവ് നമുക്ക് തന്നിരിക്കുന്നതായ ദൗത്യമാണ്. ഒന്ന് ഓർത്ത് നോക്കിയാൽ, ദാവീദിൻ്റെ കൂടെ ഉണ്ടായിരുന്നവർ കഴിവുള്ളവരല്ലായിരുന്നു, ബലഹീനന്മാരായിരുന്നു, കടക്കാരായിരുന്നു. അങ്ങനെ പല രീതിയിലുള്ള ബലഹീനരുടെ ഒരു പട്ടികയാണ് ദാവീദിൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത്. എന്നാൽ കുറേ കഴിഞ്ഞപ്പോൾ നമ്മൾ വായിക്കുന്നു, ദാവീദിൻ്റെ കൂടെ ഉള്ള വീരന്മാർ എന്നാണ് വായിക്കുന്നത്. അപ്പം ദാവീദിൻ്റെ കൂടെ വന്നവർ എന്തായി മാറി? വീരന്മാരായി മാറി, ശക്തന്മാരായി മാറി. ഇതുപോലെ ആയിരിക്കണം നമ്മളുമായിട്ട് കണക്റ്റായി നിൽക്കുന്ന അവരെ നമ്മൾ എന്ത് ചെയ്യണം? അവരെ ആത്മീക പക്വതയിലേക്ക്, അവർ ക്രിസ്തുവിൽ, അവരെ പ്രാർത്ഥിക്കാൻ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം, ദൈവവചനം വായിക്കാൻ അവരെ പ്രോത്സാഹിപ്പിക്കണം, ആരാധനയ്ക്ക് പോകുവാൻ അവരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. അതുകൂടാതുള്ള മീറ്റിങ്ങുകളിലൊക്കെ പങ്കെടുക്കുവാൻ നമ്മൾ അവരെ പ്രോത്സാഹിപ്പിക്കുകയും, നമ്മൾ എന്തൊക്കെ സ്പിരിച്വൽ എക്സസൈസുകൾ ചെയ്യുന്നുണ്ടോ, ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ വെളുപ്പിനെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അതവരെ പറഞ്ഞ് മനസ്സിലാക്കണം, അവരോടും പറഞ്ഞ് പ്രാർത്ഥിക്കാൻ, ഉപവാസത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കണം. ഇങ്ങനെ അവരെയും ആത്മീക പക്വതയുള്ളവരാക്കി മാറ്റുക എന്നുള്ളതാണ് എൻ്റെയും നിങ്ങളുടെയും ദൗത്യം. അതിനുവേണ്ടി നമ്മൾ കൂടുതൽ ഈ ദിവസങ്ങളിൽ ഉത്സാഹിക്കണം. നമ്മുടെ കൂടെ ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ദൈവം ഒരാളെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഒരാളുമായിട്ട് സഹകരിക്കുന്നുണ്ടെങ്കിൽ, ആ വ്യക്തി ആത്മീക പക്വതയിലേക്ക് എത്തിച്ചേരുവാൻ ദൈവം നമ്മളിലൂടെ പ്രവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്നു. അത് പ്രത്യേകിച്ചൊരു ലീഡറിന് മാത്രം ചെയ്യേണ്ട ജോലിയല്ല. ഒരുപക്ഷെ ഒരു കോൺഗ്രിഗേഷനെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ കോൺഗ്രിഗേഷൻ ആണെങ്കിൽ ആ ലീഡർക്ക് ഇപ്പോൾ ആ കോൺഗ്രിഗേഷനെ മൊത്തം കൂടെ നയിക്കുവാനാണ് ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത്. അതിനാണ് സെൽ ലീഡർമാർ. അങ്ങനെ ഓരോരോ കാറ്റഗറിയിൽ കർത്താവ് ഓരോരുത്തരെ പ്ലേസ് ചെയ്യുന്നത്. എങ്കിൽ പോലും 1 to 1 ആ ഒരു ബന്ധം നമുക്ക് ആവശ്യമാണ്. നമ്മുടെ കൂടെ നടക്കുന്നവർ, നമ്മുടെ കൂടെ ചർച്ച വന്നിരുന്നവർ, അല്ലെങ്കിൽ നമ്മൾ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നവർ, അല്ലെങ്കിൽ നമ്മളോടൊപ്പം കർത്താവിനെ ആരാധിക്കുന്ന ഓരോരുത്തരെയും ആത്മീക പക്വതയിൽ എത്തിക്കുവാൻ
നമ്മൾക്ക് ഉത്തരവാദിത്വം. അപ്പം പുറമേയുള്ള അവിശ്വാസിയായ ഒരാളെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ദൗത്യമുള്ളതുപോലെ തന്നെ കൂടെയുള്ളവരെ ആത്മീയമായി വളർത്തിയെടുക്കുക എന്ന ഒരു വലിയ ദൗത്യം പരിശുദ്ധാത്മാവ് നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരും ആ ദൗത്യം ഏറ്റെടുക്കാൻ തയ്യാറാകണം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അതിനുവേണ്ടി കർത്താവ് നിങ്ങളെ ഒരുക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കും, അടയാളങ്ങൾ നടക്കും, വീരപ്രവൃത്തികൾ നടക്കും. നമ്മൾ വിശാലമാകും. We are blessed. We are really blessed. We are permanently blessed and highly favored. God bless you. God bless you. God bless you.